പ്രണയം എന്നത് അസാധാരണമായ ഒന്നല്ല. ജീവിതത്തിൻ്റെ ഏതു ഘട്ടത്തിൽ വേണമെങ്കിലും ആർക്കും ആരോടും തോന്നാവുന്ന ഒന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രണയം എന്നത് പെട്ടെന്ന് തോന്നുന്ന ഒരു വികാരമല്ല എന്നതാണ് വാസ്തവം. ഇതിൽ നമ്മുടെ തലച്ചോർ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പ്രണയം എന്നത് ആദ്യം കാണുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല. ആദ്യം കാണുമ്പോൾ തോന്നുന്നത് വെറും ആകർഷണം മാത്രമാണ്. ഇതിനെ ഇൻഫാക്ച്വേഷൻ എന്ന് പറയാം. പിന്നീട് ഒരാളോട് വീണ്ടും വീണ്ടും തോന്നുന്ന താല്പര്യം, അടുപ്പം എന്നതാണ് പ്രണയത്തിൻ്റെ ആദ്യ ഘട്ടം. ഇത് പരസ്പരം തോന്നുമ്പോൾ രണ്ടുപേർ പ്രണയത്തിലാകുന്നു. അടുപ്പം പ്രണയത്തിൻ്റെ ആദ്യ ഘട്ടമാണ്. തീവ്രമായ ഭാവമില്ലാത്ത പ്രണയം. അടുത്തത് പ്രണയത്തിൻ്റെ രണ്ടാം ഘട്ടം. ഇത് തീവ്രമായ പ്രണയം തോന്നിയാൽ ആ പ്രണയം അഡിക്ഷനിലെത്തും. ഇത് രണ്ടു പേർക്കും തോന്നണമെന്നില്ല. എന്നാൽ ഒരാൾക്ക് അഡിക്ഷൻ ഇല്ലാത്തതും മറ്റേയാൾക്ക് അഡിക്ഷനുമെങ്കിൽ ഇത്തരം പ്രണയം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ചും ഒരാൾക്ക് പ്രണയത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രണയം കുറയുകയോ അല്ലെങ്കിൽ അവസാനിക്കുകയോ ചെയ്യുകയും എന്നാൽ അടുത്തയാൾ അതേ അഡിക്ഷൻ രീതിയിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇത്തരം ഘട്ടത്തിലാണ് പലപ്പോഴും പ്രണയം അപകടകരമാകുന്നത്. നാം പ്രണയത്തെക്കുറിച്ച് പല വാർത്തകളും കേൾക്കാറുണ്ട്. പ്രണയ പരാജയം, പ്രണയത്തിൽ നിന്നും പിന്മാറിയതിനെ പങ്കാളിയെ പല രീതിയിലും ഉപദ്രവിക്കുന്നത്, അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? പ്രണയത്തിൻ്റെ ഈ അവസ്ഥ ഡ്രഗ്സ്, മദ്യപാനം, പുകവലി തുടങ്ങിയ അഡിക്ഷൻ പോലെയാണ്. സ്വയം വിചാരിച്ചാൽ പോലും പിന്മാറാൻ കഴിയാത്ത അവസ്ഥ, മനസ്സ് കൈവിട്ടു പോകുന്ന അവസ്ഥ. ഇത് പ്രണയത്തിൻ്റെ രണ്ടാം ഘട്ടമാണ്. അടുത്തത് പ്രണയത്തിൻ്റെ മൂന്നാമത്തെ അവസ്ഥ. പ്രണയത്തിൻ്റെ മൂന്നാമത്തെ അവസ്ഥ എന്നത് ശാരീരികത്തിലേക്ക് കടക്കും. ഇത് പലപ്പോഴും അപകടത്തിലേക്ക് ചെന്നെത്തുന്ന രീതി കൂടിയാണ്. പ്രണയത്തിൻ്റെ പേരിൽ പലരും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. പീഡനങ്ങളിലേക്ക് വരെ പ്രണയം എത്തിപ്പെടുന്ന സ്റ്റേജ് കൂടിയാണിത്. ചിലർ പ്രണയത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെടുന്നു. ഇത്തരം ബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതെങ്കിൽ ശാരീരികമായ താല്പര്യം തുടരെയാകുമ്പോൾ ചിലരെങ്കിലും പിന്മാറും. മടുപ്പ് തന്നെയാണ് ഇതിന് പിറകിൽ. ഒരാളുടെ ശരീരത്തോട് തോന്നുന്ന താല്പര്യം തീരുമ്പോൾ അതിനോടൊപ്പം പ്രണയം കൂടി കുറയുമ്പോൾ വരുന്ന ഒരവസ്ഥ. ഇത്തരം അവസ്ഥയിൽ ചൂഷണം ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ചൂഷണം ചെയ്യപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് സാമ്പത്തികം. പ്രണയത്തിൽ സാമ്പത്തികം വരുമ്പോൾ അതും പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും. ചിലർക്ക് പരസ്പര സാമ്പത്തിക ബാധ്യതകൾ കാണാം. ഇത്തരം പ്രണയം താല്പര്യമില്ലാതെ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും പിന്മാറാൻ പറ്റാത്തത് അപകടകരമായ അവസ്ഥകളിൽ എത്തിക്കാൻ കാരണമാകും. അതുപോലെ മറ്റു ബാധ്യതകൾ, ഫോട്ടോസ്, കത്തുകൾ, ഇതുപോലെയുള്ള തെളിവുകൾ, ഇതും പലപ്പോഴും പ്രണയത്തിൽ നിന്നും താല്പര്യമില്ലെങ്കിൽ പോലും പിന്മാറാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിക്കും. ബ്ലാക്ക് മെയിൽ പോലുള്ള അപകട സാഹചര്യങ്ങളിലേക്ക് എത്താനിടയാകും. ഇവിടെയും പ്രണയം ടോക്സിക്കായി മാറും. അടുത്തത് തള്ളിക്കളയാം. എപ്പോഴും പ്രണയം തള്ളിക്കളയപ്പെടാം. ഇത് ഇഷ്ടം പറഞ്ഞാൽ സംഭവിക്കുന്ന സ്റ്റേജ് മാത്രമല്ല. രണ്ടുപേർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രണയത്തിൽ നിന്നും ഒരാൾ പിന്മാറുന്നുവെങ്കിൽ മറ്റേയാളുടെ പ്രണയം തള്ളിക്കളയപ്പെടുകയാണ്. പരസ്പരം മനസ്സിലാക്കി പിന്മാറുന്ന പ്രണയം വീണ്ടും അത് സൗഹൃദമായി തുടരാൻ സാധിക്കുന്നുവെങ്കിൽ ഗ്രേസ്ഫുൾ ലവ് എന്ന രീതിയിലെടുക്കാം. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. ഒരു പങ്കാളി പിന്മാറിയാൽ മറുപങ്കാളി പ്രതികാരം തീർക്കുന്നത് എങ്ങനെ എന്ന് പറയാൻ സാധിക്കില്ല. ഇത് പലപ്പോഴും മറുപങ്കാളിയുടെ ജീവൻ എടുക്കുന്നതിന് വരെ കാരണമായി തീരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രണയത്തിൻ്റെ അവസ്ഥകൾ. പ്രണയം ടോക്സിനായി മാറിയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇതിനെയാണ് ടോക്സിക് ലവ് എന്ന് പറയുന്നത്.